തിരുവനന്തപുരം പട്ടണത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ പാളയം മാർക്കറ്റൊക്കെ തന്നെ ഏറ്റവും മോസ്റ്റ് മോഡേണായിട്ട് കിടക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്, സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്. വാടക ഒഴികെ മറ്റൊരു പണവും കൊടുക്കേണ്ട ആർക്കും പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരും അത് വളരെ സന്തുഷ്ടരാണ്. പക്ഷേ ഇപ്പോൾ മീൻ വിൽപ്പനയ്ക്കെത്തുന്ന സ്ത്രീകളുടെ ഉൾപ്പെടെ ഒരു ലൈറ്റ് ഒരു ദിവസം പ്രകാശിപ്പിക്കുന്നത് 500 രൂപയാണ് വാങ്ങുന്നത്. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കിട്ടിയിട്ടാണോ ഇതിനല്ല ഇത് ഫിറ്റ്നസ് കൊടുത്തതെന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ചിലർ വന്നിട്ട് അവർ തന്നെ തീരുമാനിക്കുകയാണ്. അവിടെ കുറച്ച് കമ്പിയും സിമൻറ്റും ഒക്കെ കൊണ്ടുവന്ന് കുറച്ച് ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ട് രാത്രിയുടെ മറ പിടിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ നടത്തിയിട്ട് വിരാജിച്ചു കൊണ്ടിരുന്ന ഒരു സംഘത്തിൻ്റെ കയ്യിലാണ് പാളയം മാർക്കറ്റിൻ്റെ ഭരണം. തന്നെ പാളയം മാർക്കറ്റിൽ മുൻപ് നടത്തിയ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻസ്, മറ്റൊന്ന് അനധികൃത പണപ്പിരിവ്. ഇപ്പോൾ മീൻ വിൽപ്പനയ്ക്കെത്തുന്ന സ്ത്രീകളുടെ ഉൾപ്പെടെ ഒരു ലൈറ്റ് ഒരു ദിവസം പ്രകാശിപ്പിക്കുന്നത് 500 രൂപയാണ് വാങ്ങുന്നത്. അതോടൊപ്പം അവർ ഒരു മാസത്തേക്ക് 500 രൂപയാണ് ഒരു ലൈറ്റ് ഇടുന്നതിൻ്റെ വാടകയായിട്ട് വാങ്ങുന്നത്. എന്നാൽ ആ ലൈറ്റിൻ്റെ കറണ്ട് ബില്ല് അടയ്ക്കുന്ന കോർപ്പറേഷനാണ്. അതോടൊപ്പം തന്നെ ഒരു ദിവസം ഇരുന്ന് കച്ചവടം നടത്തുന്നതിന് 500 രൂപയാണ് വാങ്ങുന്നത്. അത് ചിലർ നേരത്തെ കരാറെടുത്തവരാണ്, ചിലർ കരാർ കാലാവധി കഴിഞ്ഞിട്ട് പിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കൂട്ടം ഒരു സംഘത്തിൻ്റെ കയ്യിൽ, മുൻപ് ഇവിടെ വിരാജിച്ചു കൊണ്ടിരുന്ന ഒരു സംഘത്തിൻ്റെ കയ്യിലാണ് പാളയം മാർക്കറ്റിൻ്റെ ഭരണം. അവരാണ് അനധികൃതമായി ഇവിടെ ഭരണം നടത്തുന്നത് എന്നുള്ള വിവരമൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോഡ് ഓഫ് കോണ്ടാക്റ്റ് മാറിയതിന് ശേഷം ഞങ്ങൾ ചില കാര്യങ്ങൾ ഇടപെടുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം അനധികൃത പണപ്പിരിവ് എല്ലാം തന്നെ നിരോധിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി അത്തരത്തിലുള്ള എല്ലാ പണപ്പിരിവോടും അവസാനിപ്പിച്ചു. അതിനെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാനാണ് ഞങ്ങൾ വന്നത്. കച്ചവടക്കാരോട് കണ്ട് സംസാരിച്ചു. നിയമവിധേയമായിട്ട് കോർപ്പറേഷൻ തരേണ്ട വാടക ഒഴികെ മറ്റൊരു പണവും കൊടുക്കേണ്ട ആർക്കും പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരും അതിൽ വളരെ സന്തുഷ്ടരാണ്. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായത്, കോടിക്കണക്കിന് രൂപ സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേഷന് കിട്ടേണ്ട സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് പണി കഴിപ്പിച്ചുള്ള ഈ കെട്ടിടങ്ങളിലെ കടകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. 18 കോടി രൂപയാണ് അതിന് മുടക്കിയിട്ടുള്ളത്. ഞങ്ങൾ ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഭരണസമിതിയുള്ള കൗൺസിലർമാർ, പ്രതിപക്ഷ കൗൺസിലർമാർ ഉൾപ്പെടെയുണ്ട്. ഞങ്ങൾ ഭരണസമിതിയുടെ നേതൃത്വം കൊടുക്കുന്നവരും ഉദ്യോഗസ്ഥരും എഞ്ചിനീയറിംഗിലെ എല്ലാവരും ഉണ്ട്. കൗൺസിലർമാരുൾപ്പെടെ കയറി ആ കടകളൊക്കെ സന്ദർശിച്ചു. അപ്പോൾ മനസ്സിലാവുന്നത്, ഈ കടയ്ക്കൊന്നും തന്നെ വായു കടന്നു പോകാനുള്ള സൗകര്യം 4 ഭാഗവും കെട്ടി അടച്ചിരിക്കുക, ഒരു ജനൽ പോലും ഇല്ല, ഒരു വെന്റിലേഷനും ഇല്ലാതെയാണ് നിരവധി കടകൾ, ഏകദേശം ഒരു 10-50 കടകൾ ഒരു റോയിൽ കെട്ടിയിരിക്കുകയാണ്. അതിൻ്റെ പുറകെ, ആ ചുവരിൻ്റെ പുറകിൽ മറ്റൊരു കടയും കൂടെയുണ്ട്. അപ്പോൾ ഇനി വെന്റിലേഷൻ ഇല്ല. അവിടെ ഒരു 5 പേര് നിന്നാൽ തന്നെ ശ്വാസതടസ്സം ഉണ്ടാകും. അപ്പോൾ ഈ 50 കടകൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും അവിടെ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും മീനും ഒക്കെ വാങ്ങാൻ വേണ്ടി ആൾക്കാർ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സഫോക്കേഷൻ്റെ ഒരു സാഹചര്യം. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കിട്ടിയിട്ടാണോ ഇതിനല്ല ഇത് ഫിറ്റ്നസ് കൊടുത്തതെന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പല പ്രശ്നങ്ങളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ AC റൂമുകളിലിരുന്നാണ് സ്മാർട്ട് സിറ്റി ഉദ്യോഗസ്ഥർ ഞങ്ങളൊക്കെ ഈ ചർച്ചകൾ നടത്തുന്നത്. അപ്പോൾ അത് അവസാനിപ്പിച്ചു. ഇനി പ്ലാനുമായിട്ട് നേരെ ഫീൽഡിൽ വരികയാണ്. റൂമുകളിൽ നിന്ന് ചർച്ച നടത്തി സ്ക്രീനിൽ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും എല്ലാം ഭംഗിയാണെന്ന് തോന്നും. എന്നാൽ അത് ഭൂമിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട്, തറയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ അത് പ്രായോഗികമായി ജനങ്ങൾ കച്ചവടം നടത്തുന്നതും വാങ്ങുന്നതും കാണാൻ വരുമ്പോൾ മാത്രം അതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ എല്ലാ സ്ഥലത്തും സ്ഥല പരിശോധന നടത്തി, ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ സ്ഥല പരിശോധന നടത്തി ജനങ്ങൾക്കുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥരെ നേരിട്ട് ബോധ്യപ്പെടുത്തി ഇത് തിരുത്തുവാനുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ വന്നപ്പോഴേക്കും അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ നിരവധി സ്ഥലത്ത് നടത്തിയിട്ടുണ്ട്. ചിലർ വന്നിട്ട് അവർ തന്നെ തീരുമാനിക്കുകയാണ്. അവിടെ കുറച്ച് കമ്പിയും സിമൻറ്റും ഒക്കെ കൊണ്ടുവന്ന് കുറച്ച് ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ട് രാത്രിയുടെ മറ പിടിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ നടത്തിയിട്ട് അവരൊക്കെ തന്നെ ആ സ്ഥലം ഉപയോഗിക്കുകയാണ്. അതൊക്കെ തന്നെ ആ പ്രവണത അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഭരണപരമായുള്ള ശക്തമായ ഇടപെടലുകൾ ഉടൻ തന്നെ നടത്തും. തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ വന്ന് കണ്ടിരുന്നു. അവർക്ക് ഈ മീൻ വെള്ളത്തിൽ ചവിട്ടിയിട്ടാണ് അവർ പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അത് ഏത് രീതിയിലാണ് പരിഹരിക്കാൻ പറ്റുന്നതെന്ന് ഉദ്യോഗസ്ഥരൊക്കെ സംസാരിച്ച് തീരുമാനിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നടന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചർച്ചകളും കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. കഴിഞ്ഞ ദിവസം തന്നെ നോട്ടീസ് കൊടുത്തല്ലോ. അങ്ങനെയുള്ള എല്ലാ പണപ്പിരിവും അവസാനിപ്പിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് സെക്രട്ടറിയുടെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് ഉൾപ്പെടെ, കൻ്റോൺമെൻറ്റ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ കീഴിലാണ് ഈ പ്രദേശം വരുന്നത്, അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ പണപ്പിരിവ് നടത്തുകയാണെങ്കിൽ അത് പിടിച്ചുപറിയാണ് അത് എന്നുള്ള ഒഫൻസിലാണ് അത് വരുന്നത്. തീർച്ചയായിട്ടും മോഷണം, പിടിച്ചുപറി ഇങ്ങനെയൊക്കെയുള്ള ഒഫൻസ് ചാർജ് ചെയ്ത് കേസെടുക്കേണ്ടി വരും. ബാക്കി കാര്യങ്ങൾ പോലീസുമായിട്ട് സംസാരിക്കും. ഓക്കെ. ഈ കെട്ടിടങ്ങളുടെ അനാശാസ്ത്രീയപരമായിട്ടുള്ള കൺസ്ട്രക്ഷൻ അതിന് പകരം ഈ കച്ചവടക്കാരെ താഴോട്ട് തന്നെ പിഴയുടെ സ്ഥലത്ത് തന്നെ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കടകൾ ഒരുപാടുണ്ട്. ഈ പാവപ്പെട്ട ഈ പച്ചക്കറി മാർക്കറ്റും മീൻ മാർക്കറ്റും ഒക്കെ
അവർക്ക് അങ്ങോട്ട് സ്ഥലം ഒതുക്കി കഴിഞ്ഞാൽ വരുന്ന കസ്റ്റമേഴ്സിനും ഇതിനും ഈ പാളയം മാർക്കറ്റ് സജീവമാവും. ഞങ്ങൾ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഈ കച്ചവടക്കാരുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ നേരിട്ട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നത്. ഇപ്പം മേയർ ഒറ്റയ്ക്കല്ലല്ലോ, എല്ലാവരും ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. എൻ്റെ ഡെപ്യൂട്ടി മേയറുണ്ട്, സെക്രട്ടറി ഉണ്ട്, ഹെൽത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്, ഈ പാളയം വാർഡിൻ്റെ കൗൺസിലറുണ്ട്, തമ്പാനൂർ വാർഡിൻ്റെ കൗൺസിലറുണ്ട്. ഇവരൊക്കെ നിരവധി വർഷമായി ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. ഇപ്പോൾ മരാമത്ത് ചെയർപേഴ്സൺ മഞ്ജു ഉണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുണ്ട്. പാറ്റൂർ രാധാകൃഷ്ണൻ നമ്മുടെ ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാനാണ്. സിന്ധു ശശിയുണ്ട്, അപ്പീൽ കമ്മിറ്റി ചെയർമാനാണ്. ഞങ്ങൾ എല്ലാവരും വന്നത് ഇക്കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ നിരവധി ആശയങ്ങൾ വരും. അത് 2000 പേരുടെ ജീവിതമാണോ അതോ ഇവിടുത്തെ ഒരു ഓക്സിജൻ പാർക്കാണോ? അല്ല, സർക്കാരും കോർപ്പറേഷൻ തീരുമാനിക്കണം. 2000 പേരുടെ ജീവിതമാണോ ഓക്സിജൻ? അല്ല, പാളയം മാർക്കറ്റ് നമ്മുടെ കണ്ണായ സ്ഥലത്താണ്. ഹാർട്ട് ഓഫ് ദ സിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. പാളയം മാർക്കറ്റ് ഈ മാർക്കറ്റ് പുരാതനമായ മാർക്കറ്റാണ്. ഈ തിരുവനന്തപുരത്തെ നഗരഹൃദയത്തുള്ള ഈ പ്രദേശങ്ങൾ കണ്ടിട്ടാണ് നമ്മുടെ സിറ്റിയെ വിലയിരുത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അത് ഏറ്റവും തിരുവനന്തപുരം പട്ടണത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ പാളയം മാർക്കറ്റൊക്കെ തന്നെ ഏറ്റവും മോസ്റ്റ് മോഡേണായിട്ട് കിടക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്, സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇതൊരു സാമൂഹ്യ വിപത്തായി മാറാൻ പാടില്ല. നമ്മുടെ കണ്ണായ സ്ഥലത്തുള്ള ഒരു മാർക്കറ്റ് ജനങ്ങൾക്ക് സൗകര്യപരമായി പെരുമാറുന്നതിന് വരേണ്ട മാർക്കറ്റ് സാമൂഹ്യ പ്രശ്നമായിട്ട് മാറാൻ പാടില്ല. അതിനുള്ള ഇടപെടലുകളാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങളെ കിട്ടിയിട്ടുണ്ട്. അല്ല, ഞങ്ങൾ അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഞങ്ങളുടെ സമീപനം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണുമല്ലോ എന്താണെന്ന്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നടത്തിയ ഇടപെടൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അത് വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ ഇടപെടൽ ഈ ഭരണസമിതിയുടെ സമീപനം, രാഷ്ട്രീയം, നയം സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നില്ല, നടക്കേണ്ട സമയത്ത് ഇതൊക്കെ തന്നെ നടക്കും. ഓക്കെ, കാണാൻ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, അത് പരിശോധിക്കും. ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് പക്ഷേ. ഓക്കെ, നിങ്ങളുടെ ഫയലിംഗുള്ള പ്ലാൻ വേണം. ഇതിരുന്നോട്ടെ, നിങ്ങളുടെ പ്ലാൻ വേണം. ഇത്തരത്തിൽ പണം വാങ്ങുന്ന നടക്കുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. അതികൾ പാളയം മാർക്കറ്റിൽ നടക്കുന്ന അനധികൃത പണപ്പിരിവുമായി ബന്ധപ്പെട്ടും കച്ചവടക്കാർ തന്നെ പലരെയും സ്വാധീനിച്ച് കടകൾ കൈയടക്കി വച്ചിരിക്കുന്നു. പണിഞ്ഞ കെട്ടിടങ്ങൾ അവർക്ക് ഇഷ്ടത്തിന് വഴിയൊക്കെ കെട്ടിയടച്ച് പുതിയ കടകൾ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ള പരാതികൾ നിരവധി വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ ഇടപെട്ട് അനധികൃത പിരിവുകൾ നിരോധിക്കുന്നതിന് നോട്ടീസ് കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ വാർഡ് കൗൺസിൽ ഉൾപ്പെടെ ഞങ്ങളിപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഡെപ്യൂട്ടി മേയറുണ്ട്, സെക്രട്ടറി ഉണ്ട്, ഉദ്യോഗസ്ഥർ, എഞ്ചിനീയറിംഗ് സെക്ഷനിലുള്ള എല്ലാവരും ഉണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രാവിലെ ഈ ഫീൽഡ് വിസിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ റൂമിനകത്തിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി ഫീൽഡിൽ എന്താണ് നടക്കുന്നത് പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റില്ല. ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്ന് കച്ചവടക്കാർ ഏറ്റവും പീക്ക് ടൈമിൽ തന്നെ എത്തി കച്ചവടക്കാരുടെയൊക്കെ പ്രശ്നങ്ങൾ, സാധനം വാങ്ങാൻ വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ മാലിന്യ പ്രശ്നമൊക്കെ തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും തുടർന്ന് നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ സന്ദർശനം നടത്തിയതിൽ വലിയ രീതിയിൽ ക്രമക്കേട് നടന്നതായിട്ടുള്ള വ്യക്തമായിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ മെനങ്ങാന്ന് നോട്ടീസ് തന്നെ കൊടുത്തത്. ഇനി വരും ബാക്കി കാര്യങ്ങളെല്ലാം മുഴുവൻ പരിശോധിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കും. കാര്യം